DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയിലുള്ളവരും മറ്റ് കർഷകരുമെല്ലാം അറിയേണ്ട സുപ്രധാനമായ അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. കിസാൻ നിധിയുടെ ആനുകൂല്യം കൂടാതെ മറ്റ് ധനസഹായങ്ങളും അടുത്ത മാസങ്ങൾ മുതൽ ലഭിച്ചു തുടങ്ങുന്നു. കിസാൻ നിധിയിൽ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റവും നിങ്ങളെ വീഡിയോ വഴി അറിയിക്കുകയാണ്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ആദ്യത്തെ അറിയിപ്പ്, PM കിസാൻ നിധിയിൽ അംഗങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു പുതിയ സംവിധാനം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. നിലവിൽ PM കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നതിന് ജില്ലകളിൽ കിസാൻ നിധിയുടെ ഓഫീസോ ഒരു ഹെൽപ്പ് ലൈൻ സെന്ററോ ഒന്നും ഇല്ല എന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇതിനിപ്പോൾ ഒരു പരിഹാരമായിരിക്കുകയാണ്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഉള്ളവർക്ക് PM കിസാനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മൊബൈൽ നമ്പർ ഇപ്പോൾ PM കിസാനിൽ നൽകിയിരിക്കുന്നു. വയനാട് ജില്ലയിൽ 6 ഉദ്യോഗസ്ഥരുടെ നമ്പറാണ് നൽകിയിരിക്കുന്നതെങ്കിൽ കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ 16 വീതം ഉദ്യോഗസ്ഥരുടെ നമ്പർ നൽകിയിട്ടുണ്ട്. ഇടുക്കിയിലുള്ളവർക്ക് 10 കൃഷി ഓഫീസർമാരുടെ നമ്പറുണ്ട്. കോട്ടയം ജില്ലയിൽ 13 പേരുടെ നമ്പറുണ്ട്. ഇത് ലഭിക്കുന്നതിനായി നിങ്ങൾ ആദ്യം PM കിസാൻ പോർട്ടലായ pmkisan.gov.in ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾ സെർച്ച് യുവർ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് നോഡൽ കോണ്ടാക്ട് ഡീറ്റെയിൽ എന്ന ബോക്സ് തുറന്നു വരും. അതിൽ സെർച്ച് ഡിസ്ട്രിക്ട് നോഡൽ എന്നത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റേറ്റിൽ കേരള എന്നും ഡിസ്ട്രിക്ട് എന്നതിൽ നിങ്ങളുടെ ജില്ല ഏതെന്നും സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഇവിടെ എറണാകുളം ജില്ല സെലക്ട് ചെയ്യുന്നു. 16 ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇതിൽ തന്നെ നിങ്ങളുടെ സ്ഥലവുമായി അടുത്തുള്ള ഉദ്യോഗസ്ഥരെയും കണ്ടുപിടിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് 1-ാം നമ്പറിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിന് തൊട്ടടുത്ത് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. തുടക്കം ശ്രദ്ധിച്ചാൽ പറവൂർ ഭാഗത്തെ ഉദ്യോഗസ്ഥരാണെന്ന് കാണാം. രണ്ടാമത്തേത് EKM എറണാകുളം ടൗൺ ഏരിയ ആണെന്ന് കാണാം. മൂന്നാമത്തേത് കീഴില്ലം, 4-ാമത് മുളന്തുരുത്തി, 5-ാമത് നെടുമ്പാശ്ശേരി ഏരിയ എന്നിങ്ങനെ തിരിച്ചറിയാം. ഇത്തരത്തിൽ നിങ്ങളുടെ ജില്ല എടുത്ത് അതിൽ നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഇമെയിൽ അഡ്രസ്സ് നോക്കി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഉദ്യോഗസ്ഥന്റെ മൊബൈലിൽ തന്നെ വിളിക്കാം. പൊതുവായ സംശയങ്ങൾക്ക് ഏത് ഉദ്യോഗസ്ഥനെയും നിങ്ങൾക്ക് വിളിക്കാം. പല ഗഡുക്കൾ മുടങ്ങുകയോ EKYC ഒക്കെ ചെയ്തിട്ടും ഗഡുത്തുക വരാതിരിക്കുകയോ ഒക്കെ സംഭവിച്ചവർക്ക് ഈ ഉദ്യോഗസ്ഥരെ വിളിച്ച് പരിഹാരം തേടാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികളും പരിഹാര നിർദ്ദേശങ്ങളും ഉദ്യോഗസ്ഥർ കൃത്യമായി നൽകുന്നതായിരിക്കും. അടുത്തത് കതിറാപ്പ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. PM കിസാനിൽ ലാൻഡ് സീഡിംഗ് ചെയ്തിട്ടുള്ളവർ വീണ്ടും കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ലാൻഡ് സീഡിംഗ് ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു കർഷക ID നമ്പർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാൽ ലാൻഡ് സീഡിംഗ് ചെയ്തവർ കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും കിസാൻ നിധി ആനുകൂല്യം മുടങ്ങുന്നതല്ല. എന്നാൽ കർഷകർക്ക് PM കിസാൻ നിധി ആനുകൂല്യം കൂടാതെ മറ്റു പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് കതിറാപ്പ് രജിസ്ട്രേഷൻ ഉപകാരപ്പെടുന്നതാണ്. പ്രധാനമായും സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക. സംസ്ഥാന കൃഷി വകുപ്പ് ലോകബാങ്ക് സഹായത്തോടെ ആവിഷ്കരിച്ച കേര പദ്ധതിയിൽ റബ്ബർ, ഏലം, കാപ്പി കർഷകർക്കായുള്ള സബ്സിഡി വിതരണം ഈ വർഷം തുടങ്ങും. റബ്ബർ കർഷകർക്ക് 15,000 രൂപ ഹെക്ടർ ഒന്നിന് സബ്സിഡി കിട്ടും. ഏലത്തിന് ഹെക്ടർ ഒന്നിന് 1 ലക്ഷം രൂപയും കാപ്പിക്ക് 1,10,000 രൂപയും സബ്സിഡി അനുവദിക്കും. റബ്ബറിന് 5 ഹെക്ടർ വരെയും ഏലത്തിന് 8 ഹെക്ടർ വരെയും കാപ്പിക്ക് 10 ഹെക്ടർ വരെയും കൃഷിഭൂമി ഉള്ളവർക്കാണ് സഹായം നൽകുക. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ റബ്ബർ കർഷകർക്കാണ് സഹായം കിട്ടുക. കാപ്പിക്കുള്ള സഹായം വയനാട് ജില്ലയിലെ കർഷകർക്കും ഏലം സഹായധനം ഇടുക്കിയിലെ കർഷകർക്കുമാണ് ലഭിക്കുക. ജൂണിൽ സബ്സിഡി ലഭ്യമാകുമെന്ന് കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 3 വിളകളിലും 10 ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് പ്രത്യേക പരിശീലനം നൽകും. പരിശീലനം തേടി അപേക്ഷിക്കുന്നവരിൽ നിന്നാണ് സബ്സിഡിക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുക. കേര പദ്ധതിയുടെ ആദ്യ ഗഡുവായി 139 കോടി രൂപ ലോക ബാങ്കിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. കൃഷിവകുപ്പിന്റെ 2,365 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചത്. കിസാൻ നിധി ആനുകൂല്യം കൂടാതെ ലഭിക്കുന്ന ഇത്തരം ധനസഹായങ്ങളും വാങ്ങിയെടുക്കുവാൻ കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.